അതെ, രാവിലെ മോർണിംഗ് റൈഡിന് ഇറങ്ങും കേട്ടോ. 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ, ഞാൻ ഇറങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ഒരാൾ എഴുന്നേക്കും കേട്ടോ. ഇവിടെ കേട്ടോ. ഓട്ടടാ. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പള്ളി കേട്ടോ. അത് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ തൊടുപുഴ റൂട്ടിലേക്ക് കയറും. ലെഫ്റ്റ് എടുത്താൽ കൂത്താട്ടുളം റൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും കൂത്താട്ടുളം റൂട്ട് പിടിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു കിഡ്ഡൻ സ്പോട്ടുണ്ട്, അപ്പോൾ അവിടേക്കാട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന അരമണിക്കൂറിൽ 10 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളിപ്പോൾ കൂത്താട്ടുകുളം എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇന്ന് ഇടയാറ് പിറവം റൂട്ടാട്ടോ ഇന്ന് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെ, നമ്മുടെ ഇന്നത്തെ റൈഡിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. നേരം വെളുത്തിട്ടില്ല കേട്ടോ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വന്നേക്കണ സ്ഥലം. നേരം വെളുത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ കൂടെ നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് 43 മിനിറ്റ് 15.37 കിലോമീറ്റർ കവർ ചെയ്തു. 21 കിലോമീറ്റർ ആവറേജ് സ്പീഡ്. അപ്പോൾ താമസിച്ചല്ല നേരം വെളുക്കുന്നത്. ഇപ്പം 6:30 കഴിയൂട്ടോ നല്ലപോലെ നേരം വെളുത്ത് വരണമെന്നുണ്ടെങ്കിൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് റൈഡ് വന്നേക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇടയാറ് പള്ളിപ്പടി എന്നാട്ടോ. അതായത് നമ്മൾ കൂത്താട്ടുകുളത്ത് നിന്ന് പിറവം എറണാകുളം പോകുന്ന റൂട്ട്, ഇടയാറ് വഴി പിറവം പോകുന്ന റൂട്ടാണ്. 2 റൂട്ടിൽ നമുക്ക് എറണാകുളം കൂത്താട്ടുകുളത്ത് നിന്ന് പോകാൻ പറ്റും. അതിൽ ഇടയാറ് വഴി പോകുന്ന ആ ഒരു ഇത്ര ഏരിയ, അതായത് അവിടെ ഒരു പള്ളിയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് പള്ളിപ്പടി. ആ പള്ളി കഴിഞ്ഞിട്ട് ഉണ്ട് ഇവിടെ ഒരു പാലം കഴിഞ്ഞിട്ട് ഇത്ര ഏരിയ ഉള്ളൂ ഈ ഒരു സ്ഥലം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നമുക്ക് നെൽപ്പാടങ്ങൾ, പിന്നെ എന്താ പറയുക, ഈ പാലം ഒരു തോടൊക്കെ എഴുതുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, വലിയ രീതിയിൽ അങ്ങ് എടുത്ത് പറയാനുള്ള ഒരു സ്പോട്ടൊന്നുമല്ല, പക്ഷേ നല്ല രസമായിട്ട് കാണാനായിട്ട്. നമ്മൾ അത്രയും ദൂരം നോർമൽ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അതിലേക്കാണ് റോഡ് വരുന്നത്. പെട്ടെന്നൊരു റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ഫീലാട്ടോ. അതായത് ഒരു എന്താ പറയുക, ഒരു തുറസായ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതിയാണ്. അടിപൊളിയായിട്ട് അവിടെ നിൽക്കാനായിട്ട്, പ്രത്യേകിച്ച് ആ ഒരു പാടത്തിൻ്റെ ആ ഒരു കാഴ്ച, ഇത്രയൊരു പ്ലേസ് മാത്രം. അപ്പോൾ ഈ ഒരു റൂട്ടൊക്കെ എറണാകുളമൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ആരും ജസ്റ്റ് ഒന്ന് നോക്കാതെ ഒന്നും പോകില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ സൈക്കിൾ പറ്റി വരാൻ ഒരു രക്ഷയില്ലാത്ത. അവിടെ ഞാൻ പറഞ്ഞൊരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു കോളേജിൻ്റെ ഒരു നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊരു കോളേജിലേക്കുള്ള വഴിയാണ്. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 2.5 km. അപ്പോൾ സൂര്യനൊക്കെ മെല്ലെ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. ഒരു മഴക്കാറായതുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു വലിയൊരു തോട് വരുന്നുണ്ട്, ഒരു ചെക്ക് ഡാമുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഇത്രയേ ഉള്ളൂ ഈ ഏരിയ. കാരണം എന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു പാലം ഇവിടുന്ന് തുടങ്ങി. ഇത് പുതിയതായിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു പാലം കേട്ടോ. നല്ല പെയിൻ്റൊക്കെ ചെയ്ത് നിർത്തിയേക്കാണ്. ആ പാലം കഴിഞ്ഞ് നേരെ അവിടെ കൊണ്ട് തീരും കേട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇതിലെ പതുക്കെ അങ്ങ് ഇറങ്ങാം കേട്ടോ. ഇതിലെ വരുമ്പോഴത്തോടെ കുറേ നടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു രസമാണ്. അത് ഈ സൈഡിൽ ഈ നെല്ലൊക്കെ കുറച്ച് പഴുത്ത് നിൽക്കുക കേട്ടോ. ഇലയൊക്കെ കണ്ടില്ലേ, കൊയ്യാറായിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല പച്ചപ്പ്. ഇങ്ങനെ നടുക്കോടെ വരുമ്പോൾ അങ്ങനെ കുറേ ദൂരം നടന്നു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ രാവിലെ ഈ കണ്ടമൊക്കെ കാണിച്ചു തന്നിട്ട് എന്ത് കിട്ടാനാണ്? പക്ഷേ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാട്ടോ. നമ്മുടെ അവിടെ അധികം ഇതുള്ള കാഴ്ചകളൊന്നും ഇല്ലാത്തല്ലോ. അത് കാണുമ്പോൾ ഒരു അടിപൊളി, മനസ്സിനൊരു സന്തോഷം കേട്ടോ. റോമിംഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേന്. സാധാരണ ഞങ്ങൾ രണ്ടോടെ പ്ലാൻ ചെയ്തിട്ടാണ് റൈഡ് വരാറുള്ളത്. ഇത് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ പോരും ചെയ്തേ. നല്ലതായിട്ട് തെന്നുന്നുണ്ട് കേട്ടോ. വരമ്പ് നനഞ്ഞ് കിടക്കണോണ്ട് തന്നെ കുറേ ദൂരം പോകാമേ. ഉണ്ടോ ഇവിടെ നല്ല
ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം, ഗുരുദേവൻ്റെ ഒരു അമ്പലമാണ്. കൊള്ളാട്, അടിപൊളി പ്ലേസ്. ഇത്രയേ ഉള്ളെങ്കിലും അവിടെ ഒരു പള്ളി, അമ്പലം, നൈസ്. അമ്പലം അടച്ചിട്ടേക്കും കേട്ടോ. അതിവിടെ ഒരു മിറ്റിലൊതുക്കി നിർത്തിയിട്ടുണ്ട്. ഇത് കുറേ ആയെന്നാണ് നിർത്തിയിട്ടേക്കണേ. എടുത്തുനിന്ന് കയറാമെന്ന് നോക്കട്ടെ. മറ്റേ പപ്പുവിൻ്റെ ആ ചെറിയ സ്പാനർ എടുത്ത് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞേ. പൊളി, കയറിപ്പറ്റി. കയറില്ല കണ്ട കേട്ട് പറയോ? ഇതെന്താ അതിൻ്റെ മെക്കാനിക്സ് എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല. നമ്മുടെ കാറൊന്നും ഓടിക്കാൻ പോലെയൊന്നുമല്ല. ഇതിന് ക്ലച്ചും ബ്രേക്കും ഇല്ല. അത് ഏതാണെന്ന് തോന്നുന്നു. ബ്രേക്ക്, അങ്ങനത്തെ ഗിയർ എന്താ സംഭവങ്ങളൊക്കെ ആട്ടോ. ഞാൻ ആദ്യമായിട്ടാ ഇത് എൻ്റെ അകത്ത് കയറണം. ഇതിലൊക്കെ ഉണ്ടോ? ഓക്കെ. പണ്ട് ചെറുപ്പത്തിൽ സാധനം കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇതിൻ്റെ വരവൊക്കെ കാണാനായിട്ട്. അമ്മ ഇറങ്ങാൻ പാട് ചാടാം. അപ്പോൾ ഇതാട്ടോ പള്ളി. ഇത് യാക്കോബിറ്റ് പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഇവിടുന്ന് റോഡില്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുമ്പ് പോയ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ട് ഈ ഏരിയ അങ്ങ് തീരും കേട്ടോ. അതായത് നമ്മളിപ്പോൾ ആ കണ്ട കൃഷിയൊക്കെ കണ്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ റബ്ബർ തോട്ടമൊക്കെയുള്ള സാധാരണ വഴിയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു കാഴ്ചയോടെ കണ്ടോ കേട്ടോ. അപ്പോൾ ഇത് കാണാതെ എങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കറക്റ്റ് 7 മണിയായ ടൈം. സൂര്യൻ്റെ പ്രകാശം കണ്ട നെൽക്കതിരിലൊക്കെ തട്ടിയിട്ട് തിളങ്ങി നിൽക്കണ്ട ഗോൾഡൻ കളറിൽ. അടിപൊളി. വെയിലായി തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് തിരിക്കുവാണ് നേരെ വീട്ടിലേക്ക്. ചേച്ചി കരിയിലെത്തിക്കായിരുന്നു. അപ്പോൾ നമ്മൾ കൂത്താട്ടുകുളത്തേക്ക് വന്ന് കയറിട്ടോ. അവസാനം നമ്മുടെ വീട്ടിനടുത്തുള്ള റോഡൊക്കെ ടാർ ചെയ്തിട്ടത് കുറച്ച് ഏരിയ മാത്രമല്ല. ഇങ്ങോട്ട് പറയാൻ ഭയങ്കര മോശം വഴിയാണ്. ഇതോടെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. ഉടനെ ടാർ ചെയ്യുന്നതിനെ വിചാരിക്കുന്നു. ഹായ്, നല്ല കാപ്പിപ്പൂ പൂത്ത് നല്ല സ്മെല്ലാട്ടോ. കാപ്പി പൂക്കുന്ന ടൈമാണേ. മുല്ലപ്പൂവിൻ്റെ ഒക്കെ സ്മെല്ല് പോലെ. എൻ്റെ കാപ്പിപ്പൂ നല്ല മണം. ഇവിടെ മിറ്റിലെ കൊണ്ട് നിരത്തിയിട്ടുണ്ട്. ആറിടാനാണോ അറിയില്ല. അപ്പോൾ അതെ വീടെത്തിട്ടോ. ചട്ടൻ രാവിലെ ഊഞ്ഞാലാടുകയാണല്ലോ. അപ്പോൾ നമ്മൾ എത്ര കിലോമീറ്ററായി? 30.94. ആവറേജ് സ്പീഡ് 20. 1.5 മണിക്കൂറുണ്ട് നമ്മൾ എത്തിയിട്ടോ ടോട്ടൽ റൈഡ്. അപ്പം
വലിയൊരു കണ്ടൻറ്റൊന്നും ഈ വീഡിയോ ഇല്ലായിരുന്നു കേട്ടോ. ഒരു സൈക്ലിസ്റ്റിൻ്റെ ഒരു ദിവസം ജസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ. നേരത്തെ എത്തിയില്ല ചേ, എല്ലാ ദിവസവും വന്ന ടൈം. അപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.